സോ അഗെയിൻ വെൽക്കം ബാക്ക്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. സോ ഇനി പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷനാണ്, ദാറ്റ് ഈസ് SBCC. ഓക്കെ, എന്താണ് ഈ സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ? ഇതെന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇൻ വെച്ച് തിയറി ബേസ്ഡ് ആയിട്ടുള്ള നോളേജും കൂടാതെ തന്നെ നമ്മൾ റിസർച്ചും ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ, അത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. സോ സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ, അത് SBCC ഒരു സിസ്റ്റമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് ഇൻട്രാക്റ്റീവ് തിയറി ബേസ്ഡ് ആൻഡ് റിസർച്ച് ഡ്രിവൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് സ്ട്രാറ്റജീസ് അഡ്രസ്സസ് ചേഞ്ച് ഇൻ ദ കമ്മ്യൂണിറ്റീസ് ഇൻ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻ സൊസൈറ്റി. ഇതിനകത്ത് വരുന്ന റിസോഴ്സസ് ആണ് ഹ്യൂമൻസ്, അതേപോലെ മീൻസ് മെറ്റീരിയൽസ് ഒക്കെ. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് SBCC, അതിൻ്റെ ടെക്നിക്സ് എങ്ങനെയാണ് സോഷ്യൽ ഹിസ്റ്ററി, പേഷ്യൻസ് എന്നത് ഹിസ്റ്ററി കളക്ട് ചെയ്യേണ്ട ടെക്നിക്സാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് പുറമെ ഇതിൻ്റെ സ്ട്രാറ്റജീസ് ഇതിനകത്ത് വരുന്ന എന്താണെന്ന് നോക്കാം. സ്ട്രാറ്റജീസ് അല്ലേ? അതെ, സ്ട്രാറ്റജീസ് നോക്കുന്നെങ്കിൽ 3 സ്ട്രാറ്റജിയാണുള്ളത്. ഒന്ന് അഡ്വക്കസി, രണ്ടാമത്തത് സോഷ്യൽ മൊബിലൈസേഷൻ, മൂന്നാമത്തത് BCC അപ്രോച്ച്. ജസ്റ്റ് എന്താണ് സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്താണ് ഈ സോഷ്യൽ മൊബിലൈസേഷൻ? കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എയിം ഇൻ ഓർഡർ ടു എൻഗേജ് ഓൾ ദ സെക്ടേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി ടു പ്രൊമോട്ട് ദ ഇൻഡിവിജ്വൽ, കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി ആക്ഷൻസ്. കമ്മ്യൂണിറ്റിയും അതിൻ്റെ ഫാമിലിയും ഇൻഡിവിജ്വലിനെ എല്ലാത്തിനെയും ചേഞ്ച് വരുത്താൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന എയിമാണ്. So social mobilization is a process that aim to engage all the sectors of the community to promote individual, community and family actions. സ്ട്രാറ്റജി എന്ന് പറയുന്നത് 5 എണ്ണമാണ് ഉള്ളത്. 9 എണ്ണം പഠിക്കാനായിട്ടുണ്ട്. സോഷ്യൽ അഡ്വക്കേസി പറയണം, സോഷ്യൽ മൊബിലൈസേഷൻ പറയണം, BCC അപ്രോച്ച്, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. സോ സ്ട്രാറ്റജിക്കകത്ത് ഒന്നാമത്തെയാണ് ഓഡിയൻസ് സെഗ്മെൻറ്റേഷൻ. ഓഡിയൻസിനെ ഓരോരോ ഏജ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പം ജസ്റ്റ് ഓഡിയൻസ് സെഗ്മെൻറ്റേഷൻ ഏജിൻ്റെ ബേസിസിലാണെങ്കിൽ ഏജിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യും, ന്യൂട്രീഷൻ ആണെങ്കിൽ ന്യൂട്രീഷൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്യും, ദെൻ ഹെൽത്തിൻ്റെ ഓരോ റിക്വയർമെൻറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക. അതാണ് ഓഡിയൻസിനെ ഞാൻ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് റിസർച്ച് ആൻഡ് ഡേറ്റ അനാലിസിസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് ആയിട്ടുള്ള സ്മോക്കേഴ്സിനെ എടുത്തിട്ട് ആക്റ്റീവായിട്ടുള്ള സ്മോക്കേഴ്സിന് എത്രത്തോളം ചാൻസ് ഓഫ് ലങ് ക്യാൻസർ ആണെന്നും പാസീവ് ആയിട്ടുള്ള എത്രത്തോളം ചാൻസ് ഓഫ് ലങ് ക്യാൻസർ ആണെന്നും നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഡേറ്റയിന് അനാലിസിസ് ചെയ്യും. അതാണ് റിസർച്ച് ആൻഡ് ഡേറ്റ അനാലിസിസ്. മൂന്നാമത്തെയാണ് യൂസ് ഓഫ് മൾട്ടിപ്പിൾ ചാനൽസ്. നമ്മൾ TV, റേഡിയോ, സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്നതാണ് യൂസ് ഓഫ് മൾട്ടിപ്പിൾ ചാനൽസ്. നാലാമത്തെയാണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി. നമ്മൾ ഹിന്ദു, വെജിറ്റേറിയൻ ഇപ്പം പറയാറുണ്ട്. ഹിന്ദുസിന് പൊതുവേ ചിലവർ വെജിറ്റേറിയൻസ് ആയിരിക്കും. സോ നമ്മൾ പോയി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ നേരത്ത് അവരോട് പറയരുത് നിങ്ങൾക്ക് പോഷകാഹാരത്തിന് വേണ്ടി മീനും ഇറച്ചിയും മുട്ടയും കഴിക്കണം എന്ന് നിർബന്ധിക്കാൻ പാടില്ല. ഇൻസ്റ്റന്റ് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്ലാക്സ് സീഡ് മുതലായിട്ടുള്ള പറഞ്ഞു കൊടുക്കണം. സോ യൂസ് ഓഫ് മൾട്ടിപ്പിൾ ചാനൽസ് ആൻഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി. ദെൻ 5 കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഇൻവോൾവ് ചെയ്യണം. ആൻഡ് 7 പോസിറ്റീവ് ആയിട്ടുള്ള റോൾ മോഡൽസ് ആവണം. ദെൻ സ്റ്റോറി ടെല്ലിങ്. ഇപ്പം തന്നെ ഡയബറ്റിക് മെൽറ്റസ് ഉള്ള ആളുകളോട് ഡയബറ്റിസിനെ പറ്റി ഒരു സിനാരിയോ വെച്ച് പറയല്ലേ, കഥ പോലെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇനി അടുത്തയാണ് ബിഹേവിയറൽ ചേഞ്ച്. ബിഹേവിയറിൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകുന്നത്. ആൻഡ് 9ാമത്തെയാണ് ഫീഡ്ബാക്ക് ആൻഡ് മോണിറ്ററിങ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജീസ് നോക്കാം ഓഫ് ദ സോഷ്യൽ മൊബിലൈസേഷൻ ടെക്നിക്സ്. സോഷ്യൽ മൊബിലൈസേഷനകത്ത് വരുന്നത് ഓഡിയൻസിനെ സെഗ്മെൻറ്റ് ചെയ്യും, ഓരോരോ ഏജ് ഗ്രൂപ്പിൻ്റെ ബേസ് ചെയ്തിട്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്ന കാര്യം, യൂസ് ഓഫ് മൾട്ടിപ്പിൾ ചാനൽസ്, പിന്നെ എന്തൊക്കെയായിരുന്നു റിസർച്ച് ആൻഡ് ഡേറ്റ അനാലിസിസ്, പിന്നെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, എല്ലാവരെയും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. പിന്നെ എല്ലാവർക്കും ഞാനൊരു റോൾ മോഡലാണ്, പോസിറ്റീവ് റോൾ മോഡൽ. 7ാമത്തത് കഥകൾ പോലെ പറഞ്ഞു കൊടുക്കും, സ്റ്റോറി ടെല്ലിങ്, കഥ പറയൂ. ദെൻ ബിഹേവിയറൽ ചേഞ്ച്, ബിഹേവിയറിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അപ്പം തന്നെ നമുക്കിങ്ങനെ ആലോചിക്കാം. ആദ്യം നമ്മൾ ഓഡിയൻസിനെ സെഗ്മെൻറ്റ് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഇനി
ഡേറ്റ അനാലിസിസും ചെയ്തു, ഡേറ്റ റിസർച്ച് ആൻഡ് ഡേറ്റ അനാലിസിസ്. അപ്പോൾ നമ്മൾ ഡേറ്റയൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ എന്തിനെക്കുറിച്ചുള്ള ഡേറ്റ ആയിരുന്നു? കള്ളിനെക്കുറിച്ച്. കൾച്ചറൽ സെൻസിറ്റിവിറ്റി. കള്ളൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരില്ലേ, അപ്പം ബിഹേവിയറൽ ചേഞ്ച്. അങ്ങനെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. കള്ളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കഥയൊക്കെ പറയും, സ്റ്റോറി ടെല്ലിങ്. പിന്നെ ഫീഡ്ബാക്ക്, തിരിച്ച് നമ്മളെന്തെങ്കിലും തിരിച്ച് അടിയാവും പിടിയാവും നമ്മൾ തിരിച്ച് പറയും, ഫീഡ്ബാക്ക്. അങ്ങനെ എല്ലാവർക്കും അയാളൊരു മാതൃക, പോസിറ്റീവ് റോൾ മോഡൽ. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ടെക്നിക്സ് ടു കളക്ട് എങ്ങനെയാണ് സോഷ്യൽ ഹിസ്റ്ററി ഫ്രം ക്ലൈൻ്റ് എന്ന് വെച്ചാൽ രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഉണ്ട്, രണ്ടാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ മെത്തേഡാണ്, നമ്മൾ ഫേസ് ടു ഫേസ് മെത്തേഡ് എന്ന് വിളിക്കും. ക്വാളിറ്റേറ്റീവിനകത്ത് ഫോക്കസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ട്രൈബൽ ഏരിയാസിൽ പോയിട്ട് അവർക്കൊക്കെ ക്വാളിറ്റി ആയിരിക്കും നല്ലത് ക്വാണ്ടിറ്റീനെക്കാട്ട്. പിന്നെ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെക്കൻഡറി എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. ഓക്കെ, കോംപ്ലക്സിറ്റി ഓഫ് ദ ഇഷ്യൂ, എത്രത്തോളം ലിറ്ററസിയാണ് നമുക്കുള്ളത്, ഡിസൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ എന്താണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി സ്റ്റെപ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച്. സോഷ്യൽ ബിഹേവിയർ ചേഞ്ചിന് സ്റ്റെപ്പ് എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞത് സോഷ്യൽ മൊബിലൈസേഷനും അതിൻ്റെ സ്ട്രാറ്റജീസും ആണെങ്കിൽ സോഷ്യൽ ബിഹേവിയർ ചേഞ്ചിൻ്റെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ ഓഡിയൻസ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ പ്രയോറിറ്റിങ് പേഷ്യൻ്റ് ഓഡിയൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, അവർക്ക് എത്രത്തോളം നോളേജ് ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ലാംഗ്വേജ് അവർക്കൊരു ബാരിയർ ആണോ എന്ന് നോക്കുക. ആൻഡ് ഓഡിയൻസ് സെഗ്മെൻറ്റേഷൻ, ഡെവലപ്പ് ഓഡിയൻസ് പ്രോഫിറ്റ്. ഓക്കെ, ഇത്ര അതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഒരേ ഒരു ടോപ്പിക്കും കൂടിയേ ഉള്ളൂ, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷനകത്ത് വരുന്ന മെത്തേഡ്, ടെക്നിക്സ് ആൻഡ് വിഷ്വൽ ഓഡിയോ എയ്ഡ്സ്. ഓക്കെ, ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് പ്രൊമോഷൻ ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്സ്, ഇൻഡിവിജ്വൽ, കമ്മ്യൂണിറ്റി ആൻഡ് സിസ്റ്റം സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹെൽപ്പ് നോളേജ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, സോഷ്യൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെയും ആ ഒരു ഗ്രൂപ്പിനെയും ദെൻ കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ സിസ്റ്റം സ്ട്രാറ്റജീസ് എന്തിനാണ്? ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ നോളേജ് ആൻഡ് ബിഹേവിയർ. പ്രിൻസിപ്പിളിനകത്ത് പറയുന്നതാണ് ആദ്യത്തത് പോപ്പുലേഷൻ ഓറിയൻറ്റേഷൻ. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ജെൻഡർ ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, അതാണ് പോപ്പുലേഷൻ ഓറിയൻറ്റേഷൻ കൊടുക്കുക. രണ്ടാമത്തത് ഡിറ്റർമിനൻസ്. പിന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ദെൻ കമ്മ്യൂണിറ്റിയിലുള്ള പാർട്ടിസിപ്പേഷൻ എല്ലാവരെയും, ഇത് പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. റൂൾസും റെഗുലേഷൻസും നമ്മൾ ഫോളോ ചെയ്യണം. ആൻഡ് ഇനി ഹെൽത്ത് പ്രൊമോഷൻ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഇൻഡിവിജ്വലിനെ ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും എല്ലാ ഗ്രൂപ്പിനെയും അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ടു റെഡ്യൂസ് ദ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് കുറയ്ക്കാനായിട്ട് റെഡ്യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ്. ബേസിക്കലി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ മോർബിഡിറ്റി റേറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഹെൽത്ത് പ്രൊമോഷൻ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഇനി മോഡൽസ് ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ. ജസ്റ്റ് ഹെൽത്ത് പ്രൊമോഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് എന്ത് ചോദിക്കാം. മോഡൽസ് ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ അത് വരുന്നതാണ് ബയോമെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത്, സോഷ്യൽ മോഡൽ ആൻഡ് എക്കോളജിക്കൽ മോഡൽ. ബയോമെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ റിസ്ക് ഫാക്ടേഴ്സും കോസസും നോക്കുക. ദെൻ സോഷ്യൽ മോഡൽസിനകത്ത് വരുന്നതാണ് നമുക്കൊരു ഡിസീസ് വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അല്ലേ, സോഷ്യൽ മോഡലിനകത്ത്. എക്കോളജിക്കൽ മോഡലിനകത്ത് നമ്മൾ എക്കോളജിയെ മോഡിഫൈ ചെയ്യുക, അത്. ആൻഡ് ഇനി അടുത്തത് ഹെൽത്ത് പ്രൊമോഷന് വേണ്ടിയുള്ള മെത്തേഡ്സും ടെക്നിക്സും ആണ്. ഒന്ന് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊടുക്കുക. എങ്ങനെയൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഞാൻ അവർക്ക് കൊടുക്കും. ഹെൽത്ത് ബിഹേവിയറൽ ചേഞ്ച്, എല്ലാ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്, ദെൻ അഡ്വക്കസി ആൻഡ് സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ മാർക്കറ്റിംഗ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു കൊടുക്കും, അവരുടെ ബിഹേവിയറൽ ചേഞ്ച്, ദെൻ കമ്മ്യൂണിറ്റി എല്ലാവരെയും ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കും, ദെൻ അഡ്വക്കസി ആൻഡ് സോഷ്യൽ മാർക്കറ്റിംഗ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ബിഹേവിയറൽ ചേഞ്ച്, പിന്നെ സോഷ്യലായിട്ട് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ. പിന്നെ അഡ്വക്കസി. ഇനി 3 കീ എലമെൻറ്റ് ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ. ഒന്ന് ഗുഡ് ഗവർണൻസ്, ദെൻ ഹെൽത്ത് ലിറ്ററസി ആൻഡ് ഹെൽത്തി സിറ്റീസ് വരുന്നുണ്ട്. പിന്നെ പബ്ലിക് ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെ ഹൈറാർക്കി എങ്ങനെയാണ്? ആദ്യം സബ് സെൻറ്റേഴ്സ് വരും, പിന്നെ FHSC, അതായത് ഫാമിലി ഹെൽത്ത് സെൻറ്റർ. പണ്ട് നമ്മൾ PHSC എന്നാണ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഇപ്പം നമ്മൾ FHSC എന്നാണ് പറയുന്നത്. പിന്നെ CHSC വരുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, ആൻഡ് DHSC
ഇവിടെയൊക്കെയാണ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുന്നത്. ആൻഡ് ഫൈനലി ടെർഷറി. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്താണ്? ഹെൽത്ത് പ്രൊമോഷന് ശേഷം ഹെൽത്ത് എഡ്യൂക്കേഷനാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ്ലി നമ്മൾ health education is consciously constructed opportunity than involving some kind of information. വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുന്നതിലുപരി നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ പറയണം എന്ന് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇൻവോൾവിങ് സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, കുറച്ച് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഡിസൈൻ ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ലിറ്ററസി, അത് നമ്മുടെ ഹെൽത്തിലെ ലിറ്ററസി ഇമ്പ്രൂവ് ചെയ്യും. അതാകുമ്പോഴത്തേക്കും അസുഖം പ്രിവെൻറ്റ് ചെയ്യാനും കൂടുതൽ ഹെൽത്ത് മെയിൻ്റനൻസ് പ്രൊമോട്ട് ചെയ്യാനും റീഹാബിലിറ്റേഷനും ക്യൂറേഷനും എല്ലാം ഹെൽപ്പ് ചെയ്യും. Including the knowledge and a life skill which are conducive to individual and community health. ഒന്നുകൂടെ പറയാം, health education is consciously constructed opportunity rather than some kind of information then designed to improve the health literacy, including the knowledge and a life skill which are conducive to individual and community health. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്? ഒന്നാമത്തെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ്ഡ് നമ്മുടെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് എൻ്റെ നോളേജ് ഇമ്പ്രൂവ് ആയി നോളേജ് ഇമ്പ്രൂവ് ആവും. പിന്നെ അതിൻ്റെ കുറേ നാൾ മെയിൻ്റനൻസ് പണി, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ, കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, പിന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ ആവാനും മോട്ടിവേഷൻ ആവാനും. സോ എന്താണ് ഇതിൻ്റെ ഒരു എയിം എന്നൊക്കെ ചോദിച്ചാൽ, എയിം ഒബ്ജക്റ്റീവ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കുറച്ചും കൂടി അവർക്ക് കോൺസെൻട്രേഷൻ കൂട്ടാൻ, അവരുടെ മെമ്മറി പവർ കൂട്ടാൻ, അറ്റൻഷൻ കൂട്ടാൻ, അവർക്ക് മോട്ടിവേഷൻ ആവാൻ, ഇൻസ്പിറേഷൻ ആവാനും മെയിൻ്റനൻസ് ചെയ്യാനൊക്കെയാണ്. അടുത്തത് പ്രിൻസിപ്പിൾസാണ്. ഒന്നാമത്തേത് ഇൻട്രസ്റ്റ്, അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നനുസരിച്ചിരിക്കും. അവർക്ക് താല്പര്യം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ പാർട്ടിസിപ്പേഷൻ, മാക്സിമം അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, മാക്സിമം അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കൂടുതൽ ആളുകളെ വിളിക്കുക. ആൻഡ് നോൺ ടു അൺനോൺ, നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അറിഞ്ഞൂടാത്ത കാര്യങ്ങളിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബോറായിരിക്കും. ദെൻ റീഎൻഫോഴ്സ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, അപ്പം അവരുടെ അടുത്ത് നല്ല രീതിയിൽ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ നോക്കണം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ, പിന്നെ ചേഞ്ച് ബിഹേവിയർ, നീഡ് ബേസ്, അവരുടെ ആവശ്യം അനുസരിച്ചാണ്. ഇപ്പം വയ്യാതെ കിടക്കുന്ന ഒരാളുടെ അടുത്ത് ഇന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ മേ നോട്ട് ഹിയർ ദറ്റ് ഓൾ. പിന്നെ സയൻറ്റിഫിക് ബേസ്ഡ് നോളേജ് ആയിരിക്കണം, റാപ്പോർട്ട്, ദെൻ കോംപ്രമൈസ് ആൻഡ് അപ്ഗ്രേഡ് ദ നോളേജ്, നമ്മൾ നോളേജ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇനി ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പ്ലാനിങ് ലേണിംഗ് ആക്ടിവിറ്റി എൻഹാൻസസ് ടു ഇംപ്രൂവ് ദ പബ്ലിക് ഹെൽത്ത് ആൻഡ് നോളേജ്. നമ്മുടെ പബ്ലിക്കിൻ്റെ ഹെൽത്തും നോളേജും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യും. ആൻഡ് മോട്ടിവേഷൻ ടു ഇൻക്രീസ് ദ ടാർഗറ്റഡ് പോപ്പുലേഷൻ. മൂന്നാമത്തേത് ഇംപ്ലിമെൻറ്റിംഗ് പ്രോഗ്രസ് വെൽ പ്ലാൻഡ് കറിക്കുലം. ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രസൻറ്റേഷൻ ത്രൂ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആൻഡ് റെഗുലറായിട്ട് ട്രെയിനിങ് ചെയ്യുക. ബേസിക്കലി പ്ലാനിങ്, ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ എനിക്കുണ്ടാകും, ഞാൻ അവിടെ നിന്ന് പ്ലാൻ ചെയ്യും. പിന്നെ മോട്ടിവേഷൻ, അല്ല പ്ലാൻ ചെയ്തുകൊണ്ടാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ, മോട്ടിവേഷൻ. ദെൻ അതിനെ ഇംപ്ലിമെൻറ്റേഷൻ. പിന്നെ അവർക്ക് പോയി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ഉപയോഗിക്കണം. ആൻഡ് ഫൈനലി റെഗുലറായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നോക്കാം. ഒന്നാമത്തേത് ഇൻഡിവിജ്വൽ അപ്രോച്ച് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക. മാസ് അപ്രോച്ചിനകത്ത് വരുന്നതാണ് ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്, മാസ്. ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ കോൺടാക്ട് വഴി, ഹോം വിസിറ്റ് വഴി, പേഴ്സണലായിട്ട് ലെറ്റർ അയക്കുന്നത് വഴി. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ലെക്ചേഴ്സ്, ഡെമോൺസ്ട്രേഷൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, റോൾ പ്ലേസ്, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ് ഒക്കെ വരും. ഇനി അടുത്തത് മാസ് ആണെങ്കിൽ ടി വിയിലൂടെ, റേഡിയോയിലൂടെ, ന്യൂസ് പേപ്പറിലൂടെ, ദെൻ ഫോക്ക് ടെയിൽസ്, ദെൻ പ്രിൻ്റഡ് മെറ്റീരിയൽസ്, എക്സിബിഷൻസ്, ഇൻ്റർനെറ്റിലൂടെയെല്ലാം നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കും. പിന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇതൊക്കെയാണ്. സോ നമ്മൾ ഇപ്പം ലാസ്റ്റായിട്ട് പറഞ്ഞത് സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ 3 സ്ട്രാറ്റജി പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? അഡ്വക്കസി ഉണ്ട്, സോഷ്യൽ മൊബിലൈസേഷൻ ഉണ്ട്, ബിഹേവിയറൽ ചേഞ്ച് ഉണ്ട്. പിന്നെ സോഷ്യൽ മൊബിലൈസേഷൻ പറഞ്ഞു, അതിനകത്ത് വരുന്ന വേരിയസ് സ്ട്രാറ്റജീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ സോഷ്യൽ ബിഹേവിയറൽ ചേഞ്ചിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു. എങ്ങനെയാണ് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യേണ്ടത്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി പറഞ്ഞു. ആൻഡ് ദെൻ ഹെൽത്ത് പ്രൊമോഷൻ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, മോഡൽ പറഞ്ഞു. ദെൻ ഹെൽത്ത് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷനാണ്, അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു.
ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്, പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇൻട്രസ്റ്റ് ഒക്കെ, പിന്നെ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കാം, മാസ്സായിട്ട് കൊടുക്കാം, ആൻഡ് ഈവൻ ഗ്രൂപ്പായിട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ഇറ്റ്സ് ട്രിവിയൽ ടൈം. സോ ആസ് യൂഷ്വൽ നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഓപ്ഷനും പറയും, ആൻഡ് ദെൻ നിങ്ങളൊന്ന് പോസ് ചെയ്യണം, ആൻഡ് ദെൻ സ്വന്തമായിട്ട് ആൻസർ പറയുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചെയ്യുക. തെറ്റാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റു ഇട്ടിട്ട് ശരിയായിട്ടുള്ള ആൻസർ ജസ്റ്റ് ഒന്ന് എഴുതി ടെക്സ്റ്റ് ചെയ്യുക. ആൻഡ് യെസ്, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്ത് പഠിച്ചിട്ട് വന്നാലും സീനില്ല. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the collection of people living in the same geographical area and whose characteristics form the basis for a sense of belonging appropriately refers to. അതായത് ഒരു സെയിം ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളാണ്, ആൻഡ് അവർക്ക് പരസ്പരം തൻ്റെതാണ് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ഉണ്ട്. എന്താണ് ആൻസർ? പോപ്പുലേഷൻ ആണോ, അഗ്രിഗേറ്റ് ആണോ, കമ്മ്യൂണിറ്റി ആണോ, അതെ നൺ ഓഫ് ദ എബവ് ആണോ? പോസ്. ആൻസർ അത് കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, കമ്മ്യൂണിറ്റിയാണ്, മീൻസ് പരസ്പരം സ്നേഹത്തോടെയൊക്കെ ലീവ് ചെയ്യുന്ന ഹാപ്പി ആയിട്ട്. രണ്ടാമത്തത് ദ സെക്കൻഡറി പ്രിവെൻഷൻ അറ്റംപ്റ്റ് ടു. എന്തിനാണ് സെക്കൻഡറി പ്രിവെൻഷൻ? എന്താണ് ചെയ്യുന്നത്? ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യാനാണോ, അതെ പ്രിവെൻറ്റ് ദ ഡിസീസ് ഒക്കറൻസ് ആണോ, അതെ ഡിറ്റക്റ്റ് ആൻഡ് ട്രീറ്റ് പ്രോബ്ലം ആണോ, മിനിമൈസ് ഡിസബിലിറ്റി ആണോ? പോസിറ്റ്. എന്തായാലും ഡയഗ്നോസ് ദ ഡിസീസ് നമുക്ക് നോക്കാം. പ്രിവെൻറ്റ് ദ ഡിസീസ് ഒക്കറൻസ്, ഒക്കറാവുന്നതിന് മുമ്പ് തന്നെ, അത് നമ്മൾ ഏതാ പറഞ്ഞത്? ഇറ്റ്സ് പ്രൈമറി പ്രിവെൻഷൻ അല്ലേ? അത് തന്നെ പ്രൈമോഡിയൽ ഉണ്ട്, അത് റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഓൺസെറ്റ് ഓഫ് ദ ഡിസീസിൽ കൊടുക്കുന്നത് പ്രൈമറി പ്രിവെൻഷനാണ്. ഇനി ഡിറ്റക്റ്റ് ആൻഡ് ട്രീറ്റ് പ്രോബ്ലം അത് സെക്കൻഡറി ആണ്. സോ ആൻസർ ഈസ് സി. ആൻഡ് ഡി മിനിമൈസ് ഡിസബിലിറ്റി, അത് ടേഴ്സറിക്കാണ് കൊടുക്കുന്നത്. ഇനി തേർഡ് question, the concept of health based on multi-dimensional approach എന്താണ്? ബയോളജിക്കൽ ഹെൽത്ത് ആണോ, അത് എക്കോളജിക്കൽ ഹെൽത്ത് ആണോ, സൈക്കോ സോഷ്യൽ കോൺസെപ്റ്റ് ആണോ, അത് ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് ആണോ? ആൻസർ ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് ആണ്, എല്ലാം വരുന്നതാണ്. 4, ഇമ്മ്യൂണൈസേഷൻ ഏത് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, പ്രൈമോഡിയൽ ഏതാണ്? ആൻസർ ഈസ് ഇറ്റ്സ് പ്രൈമറി പ്രിവെൻഷൻ ആണ്, ആദ്യം കൊടുക്കും ബിഫോർ ദ ഓൺസെറ്റ്. ഇനി ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഹെൽത്ത് കെയർ, എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആണോ, ജെനറ്റിക് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ആണോ, സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ആണോ, അത് എല്ലാം പറയുന്നുണ്ടോ? എല്ലാം പറയുന്നുണ്ട് അല്ലേ? അപ്പം ഹെൽത്ത് കെയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയൺമെൻറ്റും ജെനറ്റിക്കൽ ഫ്രെയിം വർക്കും സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തത്, ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ. എങ്ങനെയൊക്കെ? ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണോ, ഗുഡ് ന്യൂട്രീഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ആണോ, ദെൻ സേഫ് എൻവയൺമെൻറ്റ് ആണോ, ഓൾ ഓഫ് ദ എബവ് ആണോ? എല്ലാം ഓൾ ഓഫ് ദ എബവ് ആണോ? ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബവ് ആണ്. ദെൻ 7, വിച്ച് ഇസ് നോട്ട് ദ ഫേസ് ഓഫ് ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ്? Not a phase, which is pre-pathogenesis, surgical phase, then pathogenesis phase and clinical stage of disease. Not a phase of natural history, which is surgical phase വരുന്നില്ല. 8, epidemiology is concerned with the study of dimensions of health events ആണോ, distribution of health events ആണോ, അതേ frequency of health events ആണോ, അതേ all of the above ആണോ? ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ്. ഇനി ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് ദൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ? പ്രൈമറി ലെവലിനകത്ത് വരുന്നതാണോ? മാമോഗ്രഫി, ഡോട്ട്സ്, കീമോ പ്രൊഫിലാക്സിസ്, പ്രൊവിഷൻ ഓഫ് പവർ ഗ്ലാസസ്. പ്രൈമറി ലെവൽ മാമോഗ്രഫി അത് സ്ക്രീൻ ചെയ്യുക, അപ്പോഴത്തേക്ക് തന്നെ അത് സെക്കൻഡറി പ്രിവെൻഷനിലോട്ട് പോകും. ഡോട്ട്സ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്, ട്രീറ്റ്മെൻറ്റും സെക്കൻഡറി ആണ്. കീമോ പ്രൊഫിലാക്സിസ് ആണോ? നോ. പ്രൊവിഷൻ ഓഫ് പവർ ഗ്ലാസസ് ചെയ്യുന്നതാണ്, ഒരു സർജറിയിലോട്ട് പോകാതിരിക്കാനും പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി പ്രിവെൻഷനാണ് പ്രൊവിഷൻ ഓഫ് പവർ ഗ്ലാസസ്. അടുത്തത് എപ്പിഡെമിയോളജി ടൂൾ കംപ്രൈസസ് ഓഫ് എന്താണ്? റേറ്റ് ആൻഡ് പ്രൊപ്പോർഷൻ ആണോ, റേറ്റ് ആൻഡ് റേഷ്യോ ആണോ, അതെ റേറ്റ് റേഷ്യോ പ്രപ്പോർഷൻ ആണോ, നൺ ഓഫ് ദ എബവ് ആണോ? ആൻസർ റേറ്റ് റേഷ്യോ പ്രപ്പോർഷൻ ആണ് ടൂൾസ് ആയിട്ട് പറയുന്നത്. ഇനി പ്രിവാലൻസ് ഇസ് കൺസേൺ വിത്ത് ഓപ്ഷൻ എ ന്യൂ കേസ് ഓഫ് ഡിസീസ്, ബി ഓൾഡ് കേസ് ഓഫ് ഡിസീസ്, സി ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആൻഡ് ഡി ഓൾ ഓഫ് ദ എബവ്. ആൻസർ ഇറ്റ്സ്
അടുത്ത ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ഓഫ് മോർട്ടാലിറ്റി ഈസ് എന്താണ്? പ്രീനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ആണോ, അതേ ലൈഫ് എക്സ്പെക്റ്റൻസി ആണോ, നിയോനെറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ആണോ, സ്റ്റിൽ ബർത്ത് റേറ്റ് ആണോ? ഇതിൽ ആൻസർ പറയാം. ഇതിനകത്ത് പ്രീനേറ്റൽ മോർട്ടാലിറ്റി ആണെങ്കിൽ, നിയോനെറ്റൽ മോർട്ടാലിറ്റി ആണെങ്കിലും സ്റ്റിൽ ബർത്ത്, ഇത് അതും മരിക്കുക തന്നെയാണ്. സ്റ്റിൽ ബർത്ത് റേറ്റും ഈ മൂന്നെണ്ണവും മരണനിരക്കാണ്. വേറസ് ലൈഫ് എക്സ്പെക്റ്റൻസി ഒരു പോസിറ്റീവാണ്, ബാക്കി നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവാണ്. അടുത്തത്, ഇത് ടോട്ടൽ സൈസ് ഓഫ് ദ ഫാമിലി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്, കോൺട്രാസെപ്റ്റീവ് പ്രിവാലൻസ് റേറ്റ്, നെറ്റ് റീപ്രൊഡക്റ്റീവ് റേറ്റ്. ഏതാണ് ടോട്ടൽ സൈസ് ഓഫ് ദ ഫാമിലി? ആൻസർ എന്ന് വെച്ചാൽ ടോട്ടൽ സൈസ് ഓഫ് ദ ഫാമിലി എന്ന് വെച്ചാൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഫെർട്ടിലിറ്റി ഈസ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്, ക്രൂഡ് ബർത്ത് റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആൻഡ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. ആൻസർ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. ഇനി ദ ബെസ്റ്റ് മെഷർ ഓഫ് കാൽക്കുലേഷൻ ഇൻ എറ്റിയോളജിക്കൽ സ്റ്റഡി ഈസ് എന്താണ്? പ്രിവാലൻസ് റേറ്റ് ആണോ, ഇൻസിഡൻസ് റേറ്റ് ആണോ, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണോ, അത് ഓൾ ഓഫ് ദ എബവ് ആണോ? ബെസ്റ്റ് മെഷർ ഓഫ് കാൽക്കുലേഷൻ ഇൻ എറ്റിയോളജിക്കൽ സ്റ്റഡി ഈസ് എന്താണ്? ആൻസർ ഈസ് ഇൻസിഡൻസ് റേറ്റ് ആണ്. ദ പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് ഓഫ് എ ഡിസീസ് ഇസ് നോൺ ആസ് latent period, incubation period, prodromal period and chronic period. ആൻസർ latent period ആണ്. ഇനി which of the following population is most likely to have a longer preclinic stage of a given disease? Older adult, children, pregnant woman, none of the above. ആൻസർ ഓൾഡർ ആയിട്ടുള്ള അഡൾട്ട് ആണ്. ഇനി which level of prevention is concerned with mitigating the adverse effect of disease or injury on individual and society? Mitigating the adverse effect. പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ, ക്വാർട്ടർണറി ആണോ? ആൻസർ ഇസ് ക്വാർട്ടർണറി. മൾട്ടിഗേറ്റിംഗ് ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ഡിസീസ് ആണ്. ഇനി which level of prevention focuses on promoting health and preventing the occurrence of disease or injury? Preventing the occurrence. Primary ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ, ക്വാർട്ടർണറി ആണോ? ആൻസർ പ്രൈമറി ലെവൽ ആണ്. ഇനി ഫസ്റ്റ് പബ്ലിക് ഹെൽത്ത് ആക്ട് വാസ് ഡെവലപ്ഡ് ഇൻ വിച്ച് കൺട്രി? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണോ, അതേ ജർമ്മനി ആണോ, ഗ്രീക്ക് ആണോ, അത് ഇംഗ്ലണ്ട് ആണോ? ആദ്യമായിട്ട് ഹെൽത്ത് പബ്ലിക് ആക്ട് കൊണ്ടുവന്നത് USA ആണ്, അമേരിക്കയാണ്. ഓക്കെ, സോ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ